ഹായ് വെൽക്കം ടു ലാഷ് ക്ലാസ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ലിറ്റ്മോസ്ഫിയറിലെ പോയട്രി എന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. പോയട്രീനെ കുറിച്ച് തന്നെയുള്ളൊരു പോയമാണ്. നമ്മളിവിടെ പോയത്തിൻ്റെ ചെറിയൊരു അനാലിസിസും ഇതിലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ്, പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ്, അതുപോലെ എസ്സേ ക്വസ്റ്റ്യൻസ് എന്നിവയ്ക്കുള്ള നോട്ട്സുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഈ പോയത്തിൽ എന്താണ് പറയുന്നതെന്ന് നോക്കാം. ഐ ടു ഡിസ്ലൈക്ക് ഇറ്റ്. ഈ പോയത്തിൽ ആദ്യം തന്നെ പറയുന്നത് അവർക്ക് പോയട്രി ഇഷ്ടമല്ല എന്നാണ്. വളരെ സർപ്രൈസിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അവർക്കും ഇഷ്ടമല്ല, വായിക്കുന്ന നമ്മൾക്കും ഇഷ്ടമല്ല, പിന്നെ എന്തിനാണ് ഈ കഷ്ടപ്പെടുന്നത് എന്നുള്ള രീതിയിലാണ് തുടങ്ങുന്നത്. ദർ ആർ തിങ്സ് ദറ്റ് ആർ ഇമ്പോർട്ടൻറ്റ് ബിയോണ്ട് ഓൾ ദിസ് ഫിഡിൽ. ഈ നിസ്സാരമായിട്ടുള്ള ഈ കവിത പോലുള്ള കാര്യങ്ങളെക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എത്രയോ കാര്യങ്ങൾ ജീവിതത്തിലുണ്ട്. അതുകൊണ്ട് അവർക്കും ഈ പോയട്രി എന്ന് പറയുന്നത് ഇഷ്ടമുള്ളൊരു കാര്യമല്ല എന്നാണ് പോയറ്റ് ആദ്യം തന്നെ പറയുന്നത്. റീഡിങ് ഇറ്റ് however with a perfect contempt for it. അവർ വായിക്കുന്നത് വിത്ത് എ പെർഫെക്റ്റ് കണ്ടംപ്റ്റ്, നമ്മളെപ്പോലെ തന്നെ എങ്ങനെയെങ്കിലും പരീക്ഷ പാസ്സാവണമല്ലോ എന്ന് കരുതി കഷ്ടപ്പെട്ട് വായിക്കുന്ന പോലെ വിത്ത് എ കണ്ടംപ്റ്റ്, മടുപ്പോട് കൂടിയിട്ട് തന്നെയാണ് അവരും കവിത വായിക്കുന്നതെന്നാണ് അവർ പറയുന്നത്. വൺ ഡിസ്കവേഴ്സ് ദാറ്റ് ദർ ഈസ് ആൻ ആഫ്റ്റർ ഓൾ എ പ്ലേസ് ഫോർ ദി ജെന്യുവിൻ. പക്ഷെ അങ്ങനെ മടുപ്പോടുകൂടി വായിക്കുമ്പോഴും അവരതിൽ കണ്ടെത്തുന്നുണ്ട്, ആഫ്റ്റർ ഓൾ എല്ലാത്തിനും ഉപരി, എ പ്ലേസ് ഫോർ ദി ജെന്യുവിൻ. അവിടെ ജെന്യുവിൻ ആയിട്ടുള്ളൊരു കാര്യമുണ്ട്, റിയൽ ആയിട്ടുള്ള ഒരു യഥാർത്ഥമായിട്ടുള്ള എന്തോ അതിനകത്തുണ്ട് എന്ന് ഈ മടുപ്പോടുകൂടി വായിച്ചു തുടങ്ങിയിട്ടാണെങ്കിലും അവരതിനകത്ത് കണ്ടെത്തുന്നുണ്ട്. ഹാൻഡ്സ് ദാറ്റ് ക്യാൻ ഗ്രാസ്പ്, എത്തിപ്പിടിക്കാൻ കഴിയുന്ന കൈകൾ. ഐസ് ദാറ്റ് ക്യാൻ ഡൈലേറ്റ്, വിടരാൻ കഴിയുന്ന കണ്ണുകൾ. ഹെയർ ദാറ്റ് ക്യാൻ റൈസ് ഇഫ് ഇറ്റ് മസ്റ്റ്, ഉയരാൻ കഴിയുന്ന ഈ മുടികൾ. അതായത് രോമാഞ്ചം ഉണ്ടാവുന്ന ഒരു കാര്യത്തെക്കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. ദീസ് തിങ്സ് ആർ ഇമ്പോർട്ടൻറ്റ് നോട്ട് ബിക്കോസ് എ ഹൈ സൗണ്ടിങ് ഇൻ്റർപ്രിറ്റേഷൻ ക്യാൻ ബി പുട്ട് അപ്പോൺ ദം ബട്ട് ബിക്കോസ് ദേ ആർ യൂസ്ഫുൾ. ഇതൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അവയ്ക്കൊരു ഹൈ സൗണ്ടിങ് ഇൻ്റർപ്രിറ്റേഷൻ, അതായത് ഒരു വ്യാഖ്യാനം, അർത്ഥമൊക്കെ അതിന് കൽപ്പിച്ചു കൊടുക്കാൻ കഴിയുന്നതുകൊണ്ടല്ല അതൊന്നും പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ടുള്ളത്. മറിച്ച് അതെല്ലാം നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ടാണ് നമുക്കത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ആയിരിക്കണം കവിതയും എന്നാണ് പോയിട്ട് പറയുന്നത്. കുറേ അർത്ഥമൊക്കെ വ്യാഖ്യാനിച്ച് കൊടുക്കാൻ പറ്റും എന്നുള്ള കാരണം കൊണ്ടാവരുത് ഒരു കവിത ഇമ്പോർട്ടൻ്റ് ആവുന്നത്, മറിച്ച് അത് നമുക്ക് യൂസ്ഫുൾ ആയിരിക്കണം എന്നാണ് പോയിട്ട് പറയുന്നത്. When they become so derivative as to become unintelligible. ഡെറിവേറ്റീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ ഇമിറ്റേറ്റ് ചെയ്യുന്നത്, വലിയ വലിയ കവികളുടെ കവിതകൾ പോലെയൊക്കെ ഇമിറ്റേറ്റ് ചെയ്യുക, അതുപോലെ കുറേ അർത്ഥങ്ങളൊക്കെ വ്യാഖ്യാനിക്കുന്ന തരത്തിൽ നമുക്ക് മനസ്സിലാവാത്ത പോലെ എഴുതുക, അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ the same thing may be said for all of us, that we do not admire what we cannot understand. നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യത്തിനെ നമുക്ക് ആരാധിക്കാൻ കഴിയില്ല, ആസ്വദിക്കാൻ കഴിയില്ല. കവിതയുടെ കാര്യത്തിൽ അതുപോലെ തന്നെയാണ്. കുറേ അർത്ഥമൊക്കെ വ്യാഖ്യാനിക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് മനസ്സിലാവാത്ത പോലെ എഴുതി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ഇഷ്ടപ്പെടാനും ആരാധിക്കാനും കഴിയില്ല. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മാത്രമേ നമ്മൾക്ക് ആസ്വദിക്കാൻ കഴിയൂ എന്നാണ് പോയിട്ട് പറയുന്നത്. ദ ബാറ്റ് ഹോൾഡിംഗ് ഓൺ അപ്സൈഡ് ഡൗൺ ഓർ ഇൻ ക്വസ്റ്റ് ഓഫ് സംതിങ് ടു ഈറ്റ്. ഒരു വവ്വാലിങ്ങനെ തലകീഴായിട്ട് തൂങ്ങിക്കിടക്കുന്നത് പോലെ. എലിഫൻസ് പുഷിങ്, ആനകൾ എന്തോ ഇങ്ങനെ തള്ളുന്നത് പോലെ. എ വൈൽഡ് ഹോഴ്സ് ടേക്കിംഗ് എ റോൾ, ഒരു കുതിര കടന്ന് ഉരുളുന്നത് പോലെ. എ ടയർലെസ് വോൾഫ് അണ്ടർ എ ട്രീ, ഒരു ചെന്നായ മരത്തിന് താഴെ കിടന്ന് എന്തോ ചെയ്യുന്നത് പോലെ. ഇതുപോലെയൊക്കെയാണ് മോശം കവിത എന്നാണ് പറയുന്നത്. അതായത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത കവിത, എന്താണ് അവർ ചെയ്യുന്നത് നമുക്ക് അറിയുന്നില്ല. ഒരു ചെറിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലൊക്കെ ഉണ്ട്, ഈ നായയുടെ കയ്യിൽ പൊതിക്കാത്ത തേങ്ങ കിട്ടിയതുപോലെയാണ്. അതുപോലെയാണ് മോശം കവിതകൾ എന്നാണ് പോയിട്ട് പറയുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യം നമുക്ക് ആസ്വദിക്കാൻ വേണ്ടി കഴിയില്ല. ദി ഇമ്മൂവബിൾ ക്രിട്ടിക് ട്വിങ്ക്ലിംഗ് ഹിസ് സ്കിൻ ലൈക്ക് എ ഹോഴ്സ് ദാറ്റ് ഫീൽസ് എ ഫ്ലീ. ഇനി വിമർശകർ, സാഹിത്യ നിരൂപകരെ കുറിച്ചിട്ടാണ് അടുത്ത് പറയുന്നത്. അവർ ഒരു കുതിരയെ പോലെയാണ്, ഫീൽസ് എ ഫ്ലീ. കുതിരയുടെ മേലൊരു ഈച്ചയോ മറ്റോ വന്നിരുന്നു കഴിഞ്ഞാൽ കൈയില്ലാത്ത കാരണം കൊണ്ട് അതിനെ ആട്ടി ഓടിക്കാൻ കഴിയില്ല. അപ്പോൾ അതുപോലെയാണ് ഈ സാഹിത്യ നിരൂപകരെന്നാണ് അടുത്തതായിട്ട് അവർ പറയുന്നത്. ദ ബേസ്ബോൾ ഫാൻ, ദ സ്റ്റാറ്റിസ്റ്റീഷ്യൻ, കേസ് ആഫ്റ്റർ കേസ് കുഡ് ബി സൈറ്റഡ് ഡിഡ് വൺ വിഷ് ഇറ്റ്.
അപ്പോൾ ഈ സ്റ്റാറ്റിസ്റ്റീഷ്യൻ കണക്കെടുപ്പുകാരെ പോലെ ബേസ്ബോൾ ഫാൻ സ്പോർട്സ് ഫാൻസ് അവരുടെ ടീമിൻ്റെ കാര്യങ്ങളും കണക്കുകളൊക്കെ ഉണ്ടാക്കും. അതുപോലെ വേണമെങ്കിൽ നിരൂപകർക്ക് ഇത്തരം കവിതകളെ കുറിച്ചിട്ട് കാര്യങ്ങളൊക്കെ എഴുതാനൊക്കെ കഴിയും. Nor is it valid to discriminate against business documents and school books. ഇനി ഇപ്പോൾ മോശം കവിതയാണെന്ന് വിചാരിക്കുക, ഒരു ബിസിനസ് ഡോക്യുമെൻറ്റിനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്കൂൾ ബുക്കിനെ നോക്കിക്കഴിഞ്ഞാൽ അത് വേറെയാണ്. അതുകൊണ്ട് നമുക്ക് കവിതയാണെന്ന് പറയാൻ പറ്റും. ഇവിടെ ടോൾസ്റ്റോയിനെയാണ് ഇവിടെ പോയിട്ട് കോട്ട് ചെയ്യുന്നത്. ടോൾസ്റ്റോയ് കവിതയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇങ്ങനെയാണ്, അതായത് ബിസിനസ് ഡോക്യുമെൻറ്റോ സ്കൂൾ ബുക്കോ ഒന്നും അല്ലാത്ത തരത്തിലുള്ള വേഴ്സാണ് കവിത എന്നാണ് ടോൾസ്റ്റോയ് പറഞ്ഞു വെച്ചിരുന്നത്. അപ്പോൾ ആ രീതിയിൽ എത്ര മോശമായിട്ട് എഴുതിയിട്ടുള്ള കവിതയാണെങ്കിലും ഈ പറഞ്ഞ പോലെ ഇത്തരം പുസ്തകങ്ങളെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അതൊരു കവിതയാണ് നമുക്ക് തോന്നും. ഓൾ ദീസ് ഫിനോമിന ആർ ഇമ്പോർട്ടൻറ്റ്. ഇതൊക്കെയും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇത്തരത്തിലുള്ള നിരൂപണമൊക്കെ നല്ലതാണ്. പക്ഷേ വൺ മസ്റ്റ് മേക്ക് എ ഡിസ്റ്റിങ്ഷൻ ഹൗവർ. പക്ഷെ ഒരു വേർതിരിവ് നടത്തേണ്ടതുണ്ട് നമ്മൾ. വെൻ ഡ്രാഗ്ഡ് ഇൻ ടു പ്രൊമിനൻസ് ബൈ ഹാഫ് പോയിറ്റ്സ്. ഒരുപക്ഷെ കുറച്ച് ഫേമസ് ആയിട്ടുള്ള ഹാഫ് പോയിറ്റ്സ് എന്നാണ് പോയറ്റ് വരെ പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ജെനുവിൻ ആയിട്ടുള്ള പോയല്ലാതെ കുറേ ഇൻ്റർപ്രിട്ടേഷനും അർത്ഥങ്ങളും വ്യാഖ്യാനങ്ങളൊക്കെ ഉള്ള ഫേമസ് ആയിട്ടുള്ള പോയിറ്റ്സ് തന്നെ ആയിരിക്കാം. അവരെഴുതുന്നത് പോയട്രി അല്ല. ദ റിസൾട്ട് ഈസ് നോട്ട് പോയട്രി എന്നാണ് നമ്മുടെ സ്പീക്കർ പറയുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. പോയട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജെന്യുവിൻ ആയിട്ടുള്ളൊരു കാര്യമായിരിക്കണം. കുറേ അർത്ഥങ്ങളും കുറേ ഇൻ്റർപ്രിട്ടേഷൻസും ഉണ്ടായതുകൊണ്ട് നമുക്ക് മനസ്സിലാവാത്ത കാര്യത്തെ നമുക്ക് അഡ്മയർ ചെയ്യാൻ കഴിയില്ല, നമുക്ക് ആസ്വദിക്കാൻ വേണ്ടി കഴിയില്ല. അത് റിയൽ ആയിരിക്കണം എന്നാണ് പോയറ്റ് വീണ്ടും ആവർത്തിക്കുന്നത്. Not till the autocrats among us can be literalist of the imagination. ലിറ്ററലിസ്റ്റ് ഓഫ് ദി ഇമാജിനേഷൻ. ഇമാജിനേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു സങ്കല്പമാണ്. ലിറ്ററലിസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഇമാജിനേഷനെ നമ്മൾ എഴുതി ഫലിപ്പിക്കുക എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതാണ് പോയറ്റ് ഈ പോയട്രിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. എബോവ് ഇൻസോളൻസ് ആൻഡ് ട്രിവിയാലിറ്റി. ഇൻസോളൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ അർത്ഥരഹിതമായിട്ടുള്ള മീനിങ് ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ, ട്രിവിയാലിറ്റി അതുപോലെ തന്നെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾ. അതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് ക്യാൻ പ്രസൻറ്റ് ഫോർ ഇൻസ്പെക്ഷൻ ഇമാജിനറി ഗാർഡൻസ് വിത്ത് റിയൽ തോട്ട്സ് ഇൻ ദം. ഈ കവിതയിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള വരിയാണ് ഇമാജിനറി ഗാർഡൻസ് വിത്ത് റിയൽ തോട്ട്സ് ഇൻ ദം. അപ്പോൾ നമ്മുടെ സ്പീക്കർ കവിതയിൽ നിന്ന് പോയറ്റിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഇമാജിനറി ഗാർഡൻ. കവിത ഇമാജിനേഷനാണ്, പക്ഷെ അതിനകത്തുള്ള തോട്ട്സ് തവളകൾ അല്ലെങ്കിൽ അതിനകത്തുള്ള കാര്യങ്ങൾ റിയൽ ആയിരിക്കണം. അതായത് നമ്മുടെ ഇമാജിനേറ്റീവ് ആയിട്ടുള്ള വാക്കുകളിലൂടെ കവിതയിലൂടെ റിയൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കണം എക്സ്പ്രസ് ചെയ്യേണ്ടതെന്നാണ് നമ്മുടെ സ്പീക്കർ പറയുന്നത്. ഷാൾ വി ഹാവ് ഇറ്റ്? ഇൻ ദ മീൻ ടൈം ഇഫ് യു ഡിമാൻഡ് ഓൺ ദ വൺ ഹാൻഡ് ഇൻ ഡിഫെൻസ് ഓഫ് ദെയർ ഒപ്പീനിയൻ ദ റോ മെറ്റീരിയൽ ഓഫ് പോയട്രി ഇൻ ഓൾ ഇറ്റ്സ് റോനെസ്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഡിമാൻഡ് ചെയ്യുന്നത് ഇങ്ങനെയാണെങ്കിൽ, ഒരു കയ്യിൽ റോ മെറ്റീരിയൽ ഓഫ് പോയട്രി ഇൻ ഡിഫെൻസ് ഓഫ് ദെയർ ഒപ്പീനിയൻ, അവരുടെ അഭിപ്രായങ്ങൾക്ക് വിരുദ്ധമായിട്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു ഈ സാഹിത്യ നിരൂപകർ അവർ കവിതകളെ കുറിച്ച് പലതും പറയും. ഫേമസ് ആയിട്ടുള്ള കവിത എന്തായിരിക്കും? നല്ല കവിതയാണ്. നമ്മുടെ പ്രാഞ്ചേട്ടൻ സിനിമയിൽ മമ്മൂട്ടി ഇതുപോലെ ഏതോ ഒരു ആർട്ട് ഗാലറി കാണാൻ പോയിട്ട് പെയിൻറ്റിങ് കണ്ടിട്ട് ഒന്നും മനസ്സിലാവാൻ നിൽക്കുന്ന സമയത്ത് കൂടെയുള്ള കഥാപാത്രം പറയുന്നുണ്ട് അതിനൊക്കെ ഭയങ്കര അർത്ഥമാണെന്ന്. ആ രീതിയിൽ സാഹിത്യ നിരൂപകർ പലതും പറയും. നമ്മളത് നോക്കേണ്ടതില്ല, നമ്മൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നാണ് നോക്കേണ്ടതെന്നാണ് സ്പീക്കർ പറയുന്നത്. നമ്മളവിടെ ഡിമാൻഡ് ചെയ്യേണ്ടത് ഒരു കയ്യിൽ റോനെസ്, അതിൻ്റെ ഇമാജിനേഷനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദാറ്റ് വിച്ച് ഈസ് ഓൺ അതർ ഹാൻഡ് ജെനുവിൻ. മറ്റ് ഹാൻഡിൽ ജെന്യുവിൻ ആയിരിക്കണം, റിയൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കണം ഉണ്ടാവേണ്ടത്. ദെൻ യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ പോയട്രി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പോയട്രിയിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരാളാണ്, നിങ്ങൾക്ക് കവിതയിൽ താല്പര്യമുണ്ടെന്നാണ് പോയറ്റ് അല്ലെങ്കിൽ നമ്മുടെ സ്പീക്കർ പറയുന്നത്. അപ്പോൾ ഇവിടെ പോയട്രീനെ കുറിച്ചിട്ടല്ല പറയുന്നത്, പോയട്രിയിലോടുള്ള ഒരാളുടെ താല്പര്യത്തെ കുറിച്ചിട്ടാണ് പോയറ്റ് പറയുന്നത്. അതായത് നമ്മൾക്ക് പോയട്രിയിൽ താല്പര്യം ഇല്ല എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അത് നമ്മുടെ കുഴപ്പമായിരിക്കില്ല, നമ്മൾ വായിക്കുന്ന പോയംസിൻ്റെ കുഴപ്പമായിരിക്കും. നമുക്ക് ജെന്യുവിൻ ആയിട്ടുള്ള റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ കാണുമ്പോൾ അതിനോട് താല്പര്യം തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് പോയട്രിയിൽ താല്പര്യമുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം എന്നാണ് സ്പീക്കർ പറയുന്നത്. ഇനി ഇതിലെ നോട്ട്സാണ്. ആദ്യം ഷോർട്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് ആർ ദ യൂസ്ഫുൾ തിങ്സ് ലിസ്റ്റഡ് ബൈ ദ സ്പീക്കർ? സ്പീക്കർ ഈ കവിതയ്ക്കകത്ത് യൂസ്ഫുൾ തിങ്സ് എന്ന് പറയുന്നത് എന്തിനെല്ലാമാണ്? The speaker considers hands that can grasp, eyes that can dilate, and hair that can rise as useful things in poetry. നമ്മൾ തുടക്കത്തിൽ തന്നെ കണ്ടതാണ്. ഈ കൈകളും കണ്ണുകളും ഒക്കെയാണ് യൂസ്ഫുൾ തിങ്സ് എന്ന് പറയുന്നത്.
According to the poet, how can one find something genuine in poetry? ഇനി പോയട്രിക്കകത്ത് ജെന്യുവിൻ ആയിട്ട് റിയൽ ആയിട്ടുള്ള ഒരു കാര്യം എങ്ങനെയാണ് കണ്ടെത്താൻ കഴിയുന്നതാണ് പോയറ്റ് പറയുന്നത്. According to the poet, one can find something genuine in poetry by avoiding high sounding interpretations. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരുപാട് അർത്ഥവ്യാഖ്യാനങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവാൻ പറ്റാത്ത രീതിയിൽ എഴുതാതിരിക്കുക. ആൻഡ് വാല്യൂവിങ് ടാഞ്ചിബിൾ, നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയുന്ന യൂസ്ഫുൾ എലിമെന്റ്സിനെ കൂടുതൽ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോയട്രി ജെന്യുവിൻ ആവുന്നതാണ് സ്പീക്കർ പറയുന്നത്. ഈസ് ദ സ്പീക്കർ ഇംപേഷ്യന്റ് വിത്ത് ഹാഫ് പോയിറ്റ്സ് വൈ? നേരത്തെ പറഞ്ഞ ഹാഫ് പോയിറ്റ്സ് അല്ലെങ്കിൽ മോശം കവിതകൾ എഴുതുന്നവരെ കുറിച്ചിട്ട് സ്പീക്കറുടെ ഒരു ആറ്റിറ്റ്യൂഡാണ് പറയുന്നത്. യെസ്, ദ സ്പീക്കർ ഈസ് ഇംപേഷ്യന്റ് വിത്ത് ഹാഫ് പോയിറ്റ്സ്. അവരോട് അക്ഷമരയാണ് നമ്മുടെ സ്പീക്കർ. ആസ് എ ഡ്രാഗ് എലിമെന്റ്സ് ഇൻ ടു പ്രൊമിനൻസ് വിത്തൗട്ട് ജെന്യുവിൻ സബ്സ്റ്റൻസ് റിസൾട്ടിങ് ഇൻ നോൺ പോയിറ്റിക് ഔട്ട്കംസ്. അവർ ജെന്യുവിൻ ആയിട്ടല്ല എഴുതുന്നത്, അതുകൊണ്ട് തന്നെ അവരുടെ കവിതകൾ നോൺ പോയിറ്റിക് എന്നാണ് പോയിറ്റ് പറയുന്നത്. ഹൗ ഡസ് എ സ്പീക്കർ ഡിഫൈൻ പീപ്പിൾ ഹു ആർ റിയലി ഇൻട്രസ്റ്റഡ് ഇൻ പോയിട്രി? ഇനി പോയട്രിയിൽ ശരിക്കും ഇൻട്രസ്റ്റ് ഉള്ളവരെ കുറിച്ചിട്ട് എന്താണ് സ്പീക്കർ പറയുന്നത്? The speaker defines people really interested in poetry as those who demand both the raw material of poetry in its rawness and genuine authentic expressions. നമ്മൾ അവസാന ഭാഗത്ത് കണ്ടതാണ് റോനെസ്സും അതുപോലെ തന്നെ ജെന്യുവിനും, അതിനകത്ത് ഇമാജിനേഷനും അതുപോലെ തന്നെ റിയൽ ആയിട്ടുള്ള ആസ്പെക്റ്റും കാണുന്നവരാണ്, അത് ഇഷ്ടപ്പെടുന്നവരാണ് ശരിക്കും പോയട്രിയിൽ ഇൻട്രസ്റ്റ് ഉള്ളവരെന്നാണ് നമ്മുടെ സ്പീക്കർ പറയുന്നത്. We cannot admire what we cannot understand. Can you explain? നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യങ്ങൾ നമുക്ക് ആസ്വദിക്കാനും കഴിയില്ല എന്ന് പറയുന്നു. ദ സ്റ്റേറ്റ്മെന്റ് സജസ്റ്റ് ദാറ്റ് വിത്തൗട്ട് അണ്ടർസ്റ്റാൻഡിങ് അഡ്മിറേഷൻ ഈസ് ഡിഫിക്കൽട്ട്. നമ്മളൊരു കാര്യം മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്കത് അഡ്മയർ ചെയ്യാൻ വേണ്ടി കഴിയൂ, ആസ്വദിക്കാൻ കഴിയൂ എന്നാണ് പോയിറ്റ് പറയുന്നത്. എംഫസൈസിങ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ക്ലാരിറ്റി ആൻഡ് കോംപ്രിഹെൻഷൻ ഇൻ അപ്രിഷിയേറ്റിംഗ് സംതിങ്. ഒരു കാര്യം നമുക്ക് അപ്രിഷിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ക്ലാരിറ്റി ആയിട്ട് നമുക്ക് കിട്ടണം, നമുക്കത് മനസ്സിലാക്കാൻ കഴിയണം, എന്നാൽ മാത്രമേ നമുക്കത് അഡ്മയർ ചെയ്യാൻ കഴിയൂ എന്നാണ് സ്പീക്കർ പറയുന്നത്. ഇനി ഇതിൽ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ്. പാരഗ്രാഫ് എസ്സേ ക്വസ്റ്റ്യൻസ് അതിലെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എന്ന രീതിയിലാണ് നമ്മൾ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. ഈ പോയിന്റ്സ് യൂസ് ചെയ്തുകൊണ്ട് നമുക്കത് ആൻസർ ചെയ്യാവുന്നതാണ്. ഒന്നാമത്തെ ചോദ്യം, ഓൺ വാട്ട് ഗ്രൗണ്ട്സ് ഡസ് ദ സ്പീക്കർ സേ ദാറ്റ് ഷീ ഈസ് നോട്ട് എ ഫാൻ ഓഫ് പോയട്രി? അവർക്ക് പോയട്രി ഇഷ്ടമില്ല എന്ന് അവർ തുടക്കത്തിൽ പറഞ്ഞിരുന്നു. എന്താണ് അതിൻ്റെ കാരണം ഉണ്ടായിരുന്നത്? ദ സ്പീക്കർ സേസ് ദർ ആർ മോർ ഇമ്പോർട്ടൻറ്റ് തിങ്സ് ഇൻ ലൈഫ്. ഒന്നാമത് പറയുന്നത് അതിനേക്കാളും പ്രധാനമായിട്ട് ജീവിതത്തിൽ പല കാര്യങ്ങളുമുണ്ട്. ദ സ്പീക്കർ ഡിസ്ലൈക്സ് പോയട്രി വെൻ ഇറ്റ്സ് നോട്ട് ജെന്യുവിൻ. രണ്ടാമത് അത് ജെന്യുവിൻ ആണെങ്കിൽ മാത്രമേ അവർക്ക് താല്പര്യമുള്ളൂ, അല്ലെങ്കിൽ അവർക്ക് അത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിരുന്നു. ദ സ്പീക്കർ ഓൾസോ കംപ്ലൈൻസ് ദാറ്റ് സം പോയട്രി ഈസ് ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഇമിറ്റേറ്റീവ്. പിന്നീട് അവർ പറയുന്ന കാര്യങ്ങൾ, ചില പോയട്രി നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമാണ്, അത് നമുക്ക് അപ്പോൾ ആസ്വദിക്കാൻ വേണ്ടി കഴിയില്ല. രണ്ടാമത് ചിലത് ഇമിറ്റേറ്റീവ് ആണ്, വലിയ വലിയ കവികളുടെ വരികൾ ഇമിറ്റേറ്റ് ചെയ്യുന്ന പോലെയാണ് എഴുതുന്നത്, അതും അവർക്ക് ആസ്വദിക്കാൻ കഴിയില്ല എന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അവർക്ക് പോയട്രിയോട് വലിയ താല്പര്യമില്ല എന്ന് തുടക്കത്തിൽ പറഞ്ഞത്. ഹൗ ഡസ് ദ സ്പീക്കർ ക്രിട്ടിസൈസ് ഹൈ സൗണ്ടിങ് ഇൻ്റർപ്രിറ്റേഷൻ? നമ്മൾ നേരത്തെ പറഞ്ഞു വലിയ വലിയ അർത്ഥങ്ങളൊക്കെ വ്യാഖ്യാനിക്കുന്ന തരത്തിൽ ഉള്ള എഴുത്തിനെ അവരെങ്ങനെയാണ് വിമർശിക്കുന്നത്. ഹൈ സൗണ്ടിങ് ഇൻ്റർപ്രിറ്റേഷൻ ഈസ് ക്രിട്ടിസൈസ്ഡ് ഫോർ ബിക്കമിങ് സോ ഡെറിവേറ്റീവ് ദാറ്റ് ഇറ്റ് ലോസസ് ജെന്യുവിൻനെസ്. ഒന്നത് ഡെറിവേറ്റീവ് ആണ്, അതായത് ഇമിറ്റേറ്റീവ് ആണ്, അത് ജെന്യുവിൻ ആയിട്ടുള്ളൊരു കാര്യമില്ല, റിയൽ ആയിട്ടുള്ളതല്ല എന്നാണ് അവർ ആദ്യം പറയുന്നത്. ദ സ്പീക്കർ സേസ് അഡ്മിറേഷൻ ഈസ് നോട്ട് പോസിബിൾ വിത്തൗട്ട് അണ്ടർസ്റ്റാൻഡിങ്. പിന്നെ അതിൻ്റെ പ്രശ്നം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആസ്വദിക്കാൻ കഴിയൂ എന്നുള്ളതാണ്. ദ സ്പീക്കർ വാല്യൂസ് പോയട്രി വെൻ ഇറ്റ് ഈസ് നോട്ട് എക്സസീവ്ലി അബ്സ്ട്രാക്ട് ഓർ ഡിറ്റാച്ച്ഡ് ഫ്രം റിയാലിറ്റി. അത് അബ്സ്ട്രാക്ട് അല്ലാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ യാഥാർത്ഥ്യത്തിൽ നിന്ന് വേർപെട്ട് നിൽക്കാതിരിക്കുമ്പോഴാണ്, യാഥാർത്ഥ്യത്തോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് അവർക്ക് അത് ആസ്വദിക്കാൻ കഴിയുള്ളൂ. ആ രീതിയിലാണ് അവർ ഹൈ സൗണ്ടിങ് ഇൻ്റർപ്രിറ്റേഷനെ വിമർശിക്കുന്നത്. ലിസ്റ്റ് ഔട്ട് ദി ഇമ്പോർട്ടൻറ്റ് ഫിനോമിന ആസ് മെൻഷൻഡ് ബൈ ദ സ്പീക്കർ. വൈ ഡസ് ഷീ തിങ്ക് ദാറ്റ് ദേ ആർ ഇമ്പോർട്ടൻറ്റ്? അപ്പോൾ ഈ പോയട്രീനെ മറ്റ് ഡോക്യുമെൻറ്റ്സിൽ നിന്ന് വേർതിരിക്കുന്ന സമയത്താണ് അവർ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ചില കാര്യങ്ങളെ കുറിച്ച് പറയുന്നത്. ബിസിനസ് ഡോക്യുമെൻറ്റ്സ് ആൻഡ് സ്കൂൾ ബുക്സ് ആർ കൺസിഡേർഡ് ഇമ്പോർട്ടൻറ്റ് ഫിനോമിന ബൈ ദ സ്പീക്കർ. They are important due to their practical nature, emphasizing the speaker's pragmatic view of poetry. അത് പ്രാക്ടിക്കലായിട്ട് നമുക്ക് യൂസ്ഫുൾ ആണെന്നുള്ള കാരണം കൊണ്ടാണ് പോയറ്റ് അല്ലെങ്കിൽ സ്പീക്കർ അതിനെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് അവർ പോയട്രീനെ നോക്കിക്കാണുന്നത്. അത് നമുക്ക് യൂസ്ഫുൾ ആകുമ്പോഴാണ് അത് ഇമ്പോർട്ടൻ്റ് ആവുക എന്നാണ് സ്പീക്കർ പറയുന്നത്. അക്കോർഡിംഗ് ടു ദ സ്പീക്കർ, വാട്ട് ഹാപ്പൻസ് വെൻ വി റീഡ് ഗുഡ് പോയട്രി? നമ്മൾ നല്ല കവിതകൾ വായിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നതാണ് പോയറ്റ് പറയുന്നത്. When we read good poetry, we discover a place for the genuine. ഒന്ന് നമുക്ക് ജെന്യുവൻ ആയിട്ടുള്ള ഒരു കാര്യം അതിൽ കണ്ടെത്താൻ വേണ്ടി കഴിയും. They become significant not due to interpretations but because they are useful and real. അതിൻ്റെ ഇൻ്റർപ്രിറ്റേഷൻസ്, അതിൻ്റെ വ്യാഖ്യാനങ്ങളും അർത്ഥങ്ങളും കാരണം കൊണ്ടല്ല, പക്ഷെ നമുക്കത് ഫീൽ ചെയ്യാൻ കഴിയും, അത് റിയൽ ആണെന്നുള്ളതുകൊണ്ടാണ് നമുക്കത് ഇഷ്ടപ്പെടുന്നത്.
ഗുഡ് പോയട്രി ബ്രിഡ്ജസ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ദ അബ്സ്ട്രാക്ട് ആൻഡ് ദ റിയൽ. ഈ സങ്കല്പവും അതുപോലെ നമ്മുടെ യാഥാർത്ഥ്യവും തമ്മിലുള്ള അകലം അതിനെ ബന്ധിപ്പിക്കുന്ന ഒന്നാണ് നല്ല പോയട്രി എന്നാണ് നമ്മുടെ സ്പീക്കർ പറയുന്നത്. പ്രൊവൈഡിങ് എ സ്പേസ് ഫോർ ജെന്യുവിൻ കണക്ഷൻ വിത്ത് ദ വേൾഡ്. നമുക്ക് ലോകത്തോട് നമ്മുടെ ഫീലിങ്സിനോട് ജെന്യുവിൻ ആയിട്ട് കണക്ഷൻ ഉണ്ടാക്കാൻ കഴിയുന്നതാണ് നല്ല പോയട്രി. അപ്പോൾ നല്ല പോയട്രി വായിക്കുന്ന സമയത്ത് അത്തരത്തിലുള്ള അനുഭവമായിരിക്കും എന്നാണ് സ്പീക്കർ പറയുന്നത്. Then you are interested in poetry. According to the speaker, which are the possible ways to analyze one's interest in poetry? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പോയട്രിയിൽ താല്പര്യമുണ്ട്. ഒരാൾക്ക് പോയട്രിയിൽ താല്പര്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് എങ്ങനെ അനലൈസ് ചെയ്യാമെന്നാണ് നമ്മുടെ സ്പീക്കർ പറയുന്നത്. Genuine interest in poetry is indicated by a demand for the raw material of poetry in its rawness. അത് റോ മെറ്റീരിയൽ, അതിൻ്റെ ഇമാജിനേഷൻ റോ ആയിട്ട് നമ്മൾ ആഗ്രഹിക്കണം എന്നാണ് സ്പീക്കർ പറയുന്നത്. Valuing genuine elements over high sounding interpretations as seen as mark of true interest. അതുപോലെ തന്നെ ജെന്യുവിൻ ആയിട്ടുള്ള കാര്യങ്ങൾ, റിയൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കണം നമ്മൾ ആഗ്രഹിക്കുന്നത്. മറിച്ച് ഹൈ സൗണ്ടിങ് ഇന്റർപ്രിറ്റേഷൻസ് ആയിരിക്കും. വലിയ വലിയ അർത്ഥവ്യാഖ്യാനങ്ങൾക്കപ്പുറത്തേക്ക് റിയൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പോയട്രിയിൽ നോക്കുന്നുണ്ടെങ്കിൽ അത് ഇൻട്രസ്റ്റ് ആണെന്നാണ് നമ്മുടെ സ്പീക്കർ പറയുന്നത്. The speaker sets a criterion for authentic appreciation of poetry, emphasizing a connection to the concrete aspects of life as a measure of genuine interest. അതായത് കോൺക്രീറ്റ് ആസ്പെക്ട്സ് ഓഫ് ലൈഫ്, നമ്മുടെ ജീവിതവുമായിട്ട് റിയാലിറ്റിയുമായിട്ട് യാഥാർത്ഥ്യവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ് പോയട്രിക്കകത്തുള്ളത്. അത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതാണ് നമുക്ക് പോയട്രി ഇഷ്ടമാണെന്നുള്ളതിൻ്റെ ഒരു ലക്ഷണം എന്നുള്ള രീതിയിലാണ് സ്പീക്കർ പറയുന്നത്. ഇനി ഇതിലെ എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നാമത്തെ ചോദ്യം, പോയട്രി ഈസ് എ മാനുവൽ ഫോർ ദ റീഡേഴ്സ് ടു അനലൈസ് ദർ ഇൻട്രസ്റ്റ് ഇൻ പോയട്രി എക്സ്പ്ലെയിൻ. ഒരാൾക്ക് പോയട്രിയിൽ താല്പര്യം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കാനുള്ള മാനുവലാണ് ഈ കവിത എന്നാണ് പറയുന്നത്. നമ്മൾ നേരത്തെ ചോദ്യത്തിൻ്റെ അതേ ആൻസർ തന്നെയാണ് ഇവിടെയും വരുന്നത്. ദ സ്പീക്കർ ഗൈഡ്സ് റീഡേഴ്സ് ബൈ എംഫസൈസിങ് എ ഡിമാൻഡ് ഫോർ ദ റോ മെറ്റീരിയൽ ഓഫ് പോയട്രി ഇൻ ഇറ്റ്സ് റോനെസ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അത് റോ മെറ്റീരിയൽ, അതിൻ്റെ ഇമാജിനേഷൻ ആ രീതിയിൽ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതാണ് നമുക്ക് പോയട്രിയിലുള്ള റിയൽ ഇൻട്രസ്റ്റ് എന്നാണ് സ്പീക്കർ പറയുന്നത്. Valuing tangible elements over high-sounding interpretation is presented as a criterion for authentic appreciation. അതുപോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്, അതല്ലാതെ വലിയ വലിയ അർത്ഥവ്യാഖ്യാനങ്ങളല്ല എന്നാണ് അടുത്ത് പറയുന്നത്. The manual aspect lies in the speaker's advice on distinguishing between genuine and derivative poetry. അതായത് ഇമിറ്റേറ്റ് ചെയ്തിട്ടുള്ള പോയട്രിയും ജെന്യുവിൻ ആയിട്ടുള്ള പോയട്രിയും തമ്മിൽ വേർതിരിക്കാൻ പോയിട്ട് പറയുന്നുണ്ട്. അതാണ് ഒരു ഗൈഡൻസ് വരുന്നത്. ഓഫറിങ് എ ഫ്രെയിം വർക്ക് ഫോർ സെൽഫ് അനാലിസിസ്. ആ രീതിയിൽ ഒരു സെൽഫ് അനാലിസിസ് നടത്തിയിട്ട് നമുക്ക് പോയട്രിയിൽ താല്പര്യം ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം കണ്ടെത്താനാണ് ഈ കവിതയിൽ പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു, നമുക്ക് ചില കവിത താല്പര്യം ഇല്ലാത്ത അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്തത് നമ്മുടെ കുഴപ്പം കൊണ്ടായിരിക്കില്ല, അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തതുകൊണ്ടായിരിക്കാം എന്നാണ് സ്പീക്കർ പറയുന്നത്. ആ രീതിയിൽ ഈ ജെന്യുവിൻ ആയിട്ടുള്ള റിയൽ ആയിട്ടുള്ള നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ നമ്മൾ പോയട്രിയിൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് നമുക്ക് പോയട്രിയിലുള്ള താല്പര്യം തന്നെയാണെന്നാണ് നമ്മുടെ സ്പീക്കർ പറയുന്നത്. ഇനി ഇതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഡു യു അഗ്രി വിത്ത് ദ സ്പീക്കേഴ്സ് ഒപ്പീനിയൻ ദാറ്റ് റിയൽ പോയട്രി ഈസ് ഇമാജിനറി ഗാർഡൻസ് വിത്ത് റിയൽ തോട്ട്സ് ഇൻ ദം? വൈ? നമ്മുടെ സ്പീക്കർ പറയുന്നുണ്ട് റിയൽ പോയട്രി എന്ന് പറയുന്നത് ഇമാജിനറി ഗാർഡൻസ് വിത്ത് റിയൽ തോട്ട്സ്, അതായത് സങ്കല്പത്തിലുള്ള ഒരു ഗാർഡൻ ആണ്, പക്ഷെ അവിടെയുള്ള കാര്യങ്ങൾ റിയൽ ആണ് എന്നാണ് പറയുന്നത്. യെസ്, ഐ അഗ്രി വിത്ത് ദ സ്പീക്കേഴ്സ് ഒപ്പീനിയൻ. നമുക്ക് സ്വാഭാവികമായിട്ടും സ്പീക്കറുടെ അഭിപ്രായത്തോട് യോജിച്ച് എഴുതുന്നതാണ് നല്ലത്. The metaphor encapsulates the essence of genuine poetry, blending imaginative elements with tangible, real world aspects. അവിടെ ഒരു മെർജിങ് ആണ് നമ്മൾ കാണുന്നത്. ഇമാജിനേഷനും റിയാലിറ്റിയും തമ്മിലുള്ള ഒരു മെർജിങ്, രണ്ടും ഒന്നാവുന്ന തരത്തിലുള്ള ഒരു കാര്യമാണ് ജെനുവിൻ പോയട്രിയിൽ നടക്കുന്നതാണ് പോയറ്റ് പറയുന്നത്. It beautifully expresses the idea that authentic poetry combines creativity with grounded realities of life. അവിടെ ഒരു കോമ്പിനേഷൻ തന്നെയാണുള്ളത്. ഒന്ന് ഇമാജിനേഷനും, രണ്ട് റിയാലിറ്റീസ് ഓഫ് ലൈഫ്. ജീവിതത്തിന്റെ യാഥാർത്ഥ്യവും ക്രിയേറ്റിവിറ്റിയും ഇമാജിനേഷനും തമ്മിൽ കമ്പൈൻ ചെയ്യുക എന്നുള്ളതാണ് ആ ഒരു വരി കൊണ്ട് അർത്ഥമാക്കുന്നത്. ക്രിയേറ്റിംഗ് എ പ്രൊഫൗണ്ട് ആൻഡ് മീനിങ് പോയറ്റിക് എക്സ്പീരിയൻസ്. അങ്ങനെയാണ് നമുക്ക് ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള പോയറ്റിക് എക്സ്പീരിയൻസ് ലഭിക്കുക. അത്തരം കവിതകളാണ് നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയുക എന്നാണ് പോയറ്റ് അല്ലെങ്കിൽ സ്പീക്കർ പറയുന്നത്. ആ രീതിയിൽ നമുക്ക് ഈ ഒരു അഭിപ്രായത്തോട് യോജിക്കുന്നു എന്നുള്ള രീതിയിൽ ആൻസർ ചെയ്യാൻ സാധിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഈ പോയറ്റിനകത്ത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ഈ ചാനൽ നിങ്ങളിതിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.